സഹോദരങ്ങളെ, ക്രിസ്മസിൻ്റെ സന്തോഷത്തിലാണ് നാം മാത്രമല്ല, ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ചരിത്ര സംഭവം ക്രിസ്തുവിൻ്റെ പിറവിയാണ്. നാമും ആഘോഷിക്കുന്നത് ഈ ചരിത്ര സംഭവമാണ്. ദൈവപുത്രനായ ഈശോയുടെ തിരുപ്പിറവിയാണത്. ഓരോ സന്തോഷത്തിനു പിന്നിലും ഒരു സഹനത്തിൻ്റെ കഥയുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെയാണ്: അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. നമ്മുടെ വിശ്വാസത്തിൻ്റെ വേഗതയുടെ അളവുകോൽ കൂടിയാണത്. ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം നമ്മുടെ ഇടയലിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാലാഖമാർ നമ്മോട് പറയുന്നുണ്ട്. ശ്രവിക്കാൻ സമയം കൊടുത്തിരുന്നില്ല എന്നതാണ് സത്യം. മാലാഖയുടെ സന്ദേശം ലഭിച്ച ആട്ടിടയന്മാർക്കുണ്ടായ വിശ്വാസ തീഷ്ണത നാമും സ്വായത്തമാക്കേണ്ടതുണ്ട്. എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഉദാത്ത മാതൃകയായി പിറവിയെടുത്ത ലോകരക്ഷകൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള വേഗതയാവട്ടെ ഈ ക്രിസ്മസ് കാലത്തെ നമ്മുടെ ഊർജം. സുഹൃത ജപങ്ങളിലൂടെ, നല്ല വാക്കുകളിലൂടെ, സത്പ്രവൃത്തികളിലൂടെ, നല്ല സാന്നിധ്യങ്ങളിലൂടെ നാം എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന 100 മുഖങ്ങളിൽ ഉണ്ണിയെ കാണാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെയുള്ള അർഹതപ്പെട്ടവരിലേക്ക് അതിവേഗം എത്തിപ്പെടാനുള്ള തീഷ്ണത നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാവട്ടെ. കുടുംബ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും സഹനങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെയും അനുഗ്രഹ കടാക്ഷങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവട്ടെ. നമുക്കും അതിവേഗം പോയി രക്ഷകനെ കാണാം. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നിറഞ്ഞ ഹൃദയത്തോടെ ആശംസിക്കുന്നു.